ചെങ്ങായിമാരെ എന്തൊക്കെയുണ്ട്? സുഖമല്ലേ നിങ്ങൾക്ക്? പിന്നെ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നല്ലേ? അപ്പോൾ ആ വീഡിയോൻ്റെ ഫുൾ വീഡിയോ ആണിത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫേസൊക്കെ കാണിച്ചിട്ട് എന്താ പറയുക വർത്താനം പറഞ്ഞിട്ടോ. മൈക്കൊന്നുമില്ല, അതിൻ്റെതായിട്ടുള്ള വോയിസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കാം. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, കാണുന്ന പകുതി മുക്കാൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യണില്ല. എന്തായാലും ചെയ്ത് വെക്കേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടൊന്നും നഷ്ടപ്പെടാല്ല, പക്ഷെ നമുക്കത് എന്താണ് വലിയൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ ചെയ്താൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടിട്ട് അവസാനം ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യാം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താൻ എന്തായാലും രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ നിങ്ങളോടൊന്നും പറയാനില്ല, ഇത് ഉമ്മച്ചിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള അച്ചാറാണ്, ഓർക്കാപ്പുളി വിത്ത് ഈത്തപ്പഴം. അപ്പോൾ വേറെ ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മളെ വീഡിയോയിലേക്ക് എടുത്ത് പോകാം. ഈത്തപ്പഴം, ഓർക്കാപ്പുളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, മുളക്, മഞ്ഞപ്പൊടി, പിന്നെ വേണ്ടിയത് കടുകും പെരിഞ്ചീരകവും. ഈ ഓർക്കാപ്പുളിയും ഈത്തപ്പഴവും അതുപോലെ തന്നെ ഈ പച്ചമുളകിൻ്റെ നട്ട കണ്ട് പൊട്ടിച്ചിട്ട് പ്ലേറ്റ് കണ്ടിട്ടിട്ട് ഈത്തപ്പഴം കുറച്ച് നേരം നമുക്ക് എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ പോലും വെക്കുക. അത് നല്ല അത്ര കട്ടിയുള്ള ഈത്തപ്പഴം ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ സുൽപ്പൂത്തിൽ അച്ചാറിന് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ, നമ്മളെ തേങ്ങ കാട്ടിയിട്ട് കൊണ്ടുവരുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് കുറച്ചാണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം ഇടേണ്ട സാധനം ഉലുവയാണ്. ഉലുവ ഇട്ടതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പെരിഞ്ചീരകം ഇടണം. പെരിഞ്ചീരകം ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നേരെ കടുക്. നിങ്ങളിത് കാണുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളെ ചട്ടിയും പത്രമൊക്കെ എടുത്തിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടാ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, അതിൻ്റെ മേലെ ഒരു മറ്റേ ഇതൊക്കെ നമ്മൾ 3 പെട്ടിയില്ല എന്തൊക്കെ ഇട്ട്, നമ്മൾ പെരിഞ്ചീരകം ഇട്ട് അതുപോലെ തന്നെ ഉലുവ ഇട്ട് കടുക് ഇട്ട്, എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുക, നേരെ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മറ്റേ നമ്മൾ നേരത്തെ കുനുകുനാൻ അരിഞ്ഞ് വെച്ച സാധനം ഉണ്ടല്ലോ, എന്ത് വെളുത്തുള്ളി ഇഞ്ചും, അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഓയിൽ കുറച്ചും കൂടി ഒഴിച്ചെടുക്കണം. നിങ്ങൾക്ക് ആദ്യം ഞങ്ങൾ കുറച്ച് തോനെ ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുഴപ്പമില്ല, പക്ഷേ നമ്മളിത് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളതിന്. അപ്പോൾ പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള നമ്മളെ പച്ചമുളക് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇട്ട് കൊടുക്കുക. നമ്മളെ എരിവൊക്കെ വേണ്ട നമുക്ക്. പിന്നെ പച്ചമുളക് അല്ല വാട്ടിയതിൻ്റെ ശേഷം നമുക്ക് അടുത്ത പണിയുള്ളത്. അപ്പോൾ നിങ്ങൾ വാട്ടിക്കോളിട്ടാ നിങ്ങളപ്പോൾ നമ്മളെന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുന്ന മാതിരി ഇങ്ങനെ കേട്ടുത്തിരിക്കുക. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, നമ്മളെ മെയിൻ ആയിട്ടുള്ള ഓർക്കാപ്പുളി ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് എന്ത് ചെയ്യുക, നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചില്ലേ നമ്മളെ കുറച്ച് ഉപ്പ് മുളക് കാണിച്ചില്ലേന്ന്, അങ്ങനെ ഇടുക. അതിൽ നമ്മൾ പറഞ്ഞുതരാം, ഉപ്പ് നിങ്ങൾക്ക് അനുസരിച്ച് ഇടണം. നമ്മളൊരു സ്പൂൺ ഇട്ടിട്ടുള്ളത്. പിന്നെ മുളകും പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പൊടിച്ചു വരുന്ന മുളകും പൊടി ആയതുകൊണ്ട് തന്നെ 2 സ്പൂൺ മുളകും പൊടി നമ്മൾ ഇട്ടിക്കണ്. പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, 1 സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഉണ്ട് കേട്ടോ. അതാണ് നമ്മൾ സെറ്റാക്കി ചെയ്തിട്ടുള്ളത്. നിങ്ങളൊക്കെ ഉപ്പും മുളകൊക്കെ നിങ്ങളനുസരിച്ച് നിങ്ങൾ ഇടണം കേട്ടോ. ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഒന്നുണ്ട് ഇളക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യണം, അത് മൂടി വെക്കണം. മൂടി വെച്ചതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ തുറന്നു കൊടുത്താൽ നമ്മളെ സാധനം റെഡി ആയിക്കണം കേട്ടോ. ചങ്ങായിമാരെ 10 മിനിറ്റിൻ്റെ ശേഷം ഒന്ന് ഞങ്ങൾ തുറന്നു നോക്കിയപ്പോഴാണ് മക്കളെ മനസ്സിലായത് ഇത് അടിപൊളി സാധനം കേട്ടോ. പിന്നെ ഞങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളി. ഇത് അടിപൊളി അച്ചാറാണ്. അച്ചാർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം മധുരം നിങ്ങൾക്ക് അനുസരിച്ച് ഇടണം, അതുപോലെ തന്നെ ഉപ്പുമുളക് നിങ്ങൾക്ക് അനുസരിച്ച് ഇടണം. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അത്ര അച്ചാറും പ്രേമം ഇല്ലാന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഈ സാധനം ഇഷ്ടപ്പെട്ട് നിങ്ങളോട് പറയാൻ ഒരു ജിഞ്ചിൻ്റാക്കിടി സാധനം തന്നെയാണ് ഇത്. നമ്മൾ പിന്നെ ഇതിന് കുറച്ച് എന്ത് ചെയ്ത് ഒരു പാത്രമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പാത്രത്തേക്ക് ഇട്ടിട്ട് ചോറയ്ക്കണോടത്തൊക്കെ കൊണ്ട് കൊണ്ടുപോയിട്ടാ ചോറയ്ക്കണോടത്ത് ചോറിക്കൊക്കെ കൂട്ടി തിന്ന ഇതിൻ്റെ പൊന്നാരക്കട്ടകൾ നിങ്ങളോട് പറയാൻ അടിപൊളി മജാപ്പ സാധനം തന്നെ പറയാം. നമ്മളെന്ത് ചെയ്ത് കുറച്ചെടുത്തിട്ടാണ് ചോറ് കണ്ടിട്ട്, ചോറും കുറച്ച് ഇറച്ചി പൊരിച്ചൊക്കെ ഉണ്ടായിരുന്നു. ആ എടുത്തിട്ട് എന്ത് ചെയ്ത് കുറച്ച് മറ്റേ വാഴക്കൻ്റെ തണ്ട് കൂനുണ്ടല്ലോ, അതൊക്കെ ഉപ്പേരി ഉണ്ടായിരുന്നു. അതിക്ക് കുറച്ച് ഉപ്പേരിയൊക്കെ ഇട്ടിട്ട് നമ്മൾ അച്ചാറും കൂടി ആ ഒരു കൂട്ടി പിടിച്ചപ്പോൾ എൻ്റെ മക്കളെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ടേസ്റ്റ്, അടിപൊളി സാധനം ഉണ്ടാവും. അപ്പോൾ ഒന്നും പറയാനില്ല, അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, സി യു.